സുമിത്രയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്കിനി എന്തിനാടോ ആശങ്ക? മാന്യനും ചുമതലാബോധമുള്ളവനുമായ ഭർത്താവ്, സ്നേഹിക്കാൻ അറിയുന്ന അമ്മായിയമ്മ, ഇത്രയും പോരെ നമ്മുടെ കുട്ടിക്ക്? മതി. എന്നാലും വെറുതെ ഒരു ഉത്കണ്ഠ അല്ലേ? അതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പ്രസാദിന്റെ സ്വഭാവത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതല്ല, ഇപ്പോഴത്തെ സ്വഭാവത്തിന് നാളെ എന്തെങ്കിലും മാറ്റം വരുമോ എന്നാണോ? എന്തിനാ എന്റെ ഭാഗ്യലക്ഷ്മി ഇങ്ങനെ പാരമേറിയ ആലോചനകളൊക്കെ വലിച്ചു തലയിൽ കയറ്റുന്നത്? അയാൾ ഒരു ക്ലീൻ ഭർത്താവാണ്, ചിട്ടയോടെ ജീവിക്കുന്ന മനുഷ്യൻ. കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് അങ്ങനെയുള്ളവരുടെ സ്വഭാവം മാറില്ല, മനസ്സിലായോ? അയാൾ മൂലം നമ്മുടെ മോക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല, എനിക്ക് വിശ്വാസമുണ്ട്. നീയോ അങ്ങനെ തന്നെ വിശ്വസിക്കണം കേട്ടോ. പിന്നെ സമയമുണ്ടെങ്കിൽ കൃഷ്ണപിള്ളയെ ഒന്ന് ചെന്ന് കാണണം. എന്തിനാ? അല്ല, ഇന്നലെ സുമിത്രയും പ്രസാദും അവിടെ പോയിരുന്നു. അവരവിടെ ചെന്നില്ലെന്ന് പരാതി ഉണ്ടായിരുന്ന ആളല്ലേ. വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയായിരുന്നു. വിശേഷങ്ങൾ അറിയാൻ ഫോൺ ചെയ്താ പോരെ? അവിടെ വരെ പോകേണ്ട കാര്യമുണ്ട്? വേണം, ഒന്ന് പോയി അന്വേഷിക്കുന്നതാ മര്യാദ. ഓ, അങ്ങനെ ആകാമേ. അല്ല, ജോലി കഴിഞ്ഞു വരുമ്പോ ഈ നേരത്തെ ഒരു ചായ കിട്ടിയിരുന്നു ഇന്നലെ വരെ. ഇന്ന് ഇതേവരെ അത് കിട്ടിയിട്ടില്ല. അയ്യോ, ഞാൻ ചായ തന്നില്ല അല്ലേ? ഇപ്പൊ കൊണ്ടുവരാം. പാവം. ചേട്ടനെന്താ പതിവില്ലാതെ? ആരുടെയും വിവരങ്ങളൊന്നും അറിയുന്നില്ല, എന്നാ ഒന്ന് അന്വേഷിച്ചിട്ട് പോകാമെന്ന് കരുതി. ചേട്ടാ ചേട്ടാ ചേട്ടനിരിക്കെ, ഞാൻ ചായ എടുക്കാം. ആ, തന്റെ പരിഭവമൊക്കെ മാറിയോടോ? ഓ, എന്ത് പരിഭവം? ആരോട് പരിഭവം? നമ്മുടെ കാര്യം നോക്കി നമ്മളങ്ങിരുന്ന സ്വസ്ഥതയുണ്ട്. ഇതെന്താ പുതിയ ഒരു ഫിലോസഫി? ആകപ്പാടെ ഒരു രസക്കേടിന്റെ ചായ ഉണ്ടല്ലോടോ വർത്തമാനത്തിന്. എന്തു പറ്റി? ഉള്ളിൽ ഒന്ന് വെച്ച് പുറമേ വേറൊന്ന് കാണിക്കാൻ എനിക്ക് വശമില്ല, അതുകൊണ്ടാ. എനിക്കും അങ്ങനെ തന്നെ. അഭിനയിക്കുന്നവരെ എനിക്കും ഇഷ്ടമല്ല. പക്ഷേ ഇപ്പോ ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് ആ വിഷയമൊന്നും ഇനി പറയണ്ട ഏട്ടാ. വന്നത് വന്നു. എന്ത് വന്നു എന്നാ കൃഷ്ണ? ഒരു കാര്യം പറയുമ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാ. എന്തിനെ പറ്റിയാ, ആരെ പറ്റിയാ താനീ പറയുന്നത്? വേണ്ട, പറഞ്ഞാൽ ഒരു പക്ഷേ ചേട്ടന് ഇഷ്ടപ്പെടില്ല. എത്രയൊക്കെ ആയാലും സ്വന്തം മരുമകനാണല്ലോ. പ്രസാദിന്റെ കാര്യമാണോ? അത് ശരി, ഇതിനാണോ ഇത്രയും വളച്ചു കിട്ടിയത്? എന്താ പ്രസാദ് എന്ത് ചെയ്തു? അയ്യോ, ഒന്നും ചെയ്തു എന്നല്ല. പിന്നെ ആളെ അടുത്തൊന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. 10 മിനിറ്റ് നേരമേ ഇവിടെ ഇരുന്നുള്ളൂ എങ്കിലും വളരെ തിരക്കുള്ള ആളാണെന്ന് എനിക്ക് ബോധ്യമായി. അത് ബോധ്യപ്പെടുത്താനാണോ ഇങ്ങോട്ട് വന്നതെന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. തോന്നൽ തെറ്റാവാം, അത്രയ്ക്കുള്ള വിവരമല്ലേ എനിക്കുള്ളൂ. നടന്നത് എന്താണെന്ന് ഇപ്പോ എനിക്ക് കുറച്ചൊക്കെ ഊഹിക്കാൻ കഴിയുന്നുണ്ട്. അല്ല, പ്രസാദിനെ ഞാൻ കുറ്റം പറയില്ല. അയാളുടെ അന്തസ്സിന് പറ്റിയ ഒരുത്തനല്ലല്ലോ ഞാൻ. അതിൽ തെറ്റ് പറയാനും പറ്റില്ല. ഒരു ജവളിക്കടക്കാരന് എന്ത് അന്തസ്? പ്രസാദിന്റെ വാക്കിലോ പെരുമാറ്റത്തിലോ എന്തെങ്കിലും ഓവറായിട്ട് തോന്നിയാൽ അത് പക്വതയോടെ പറഞ്ഞ് മനസ്സിലാക്കുന്നതല്ലേ നല്ലത്. അവരൊക്കെ ചെറുപ്പക്കാരല്ലേ കൃഷ്ണ, നമ്മൾ വയസ്സന്മാരും. ക്ഷമിക്കേണ്ടത് നമ്മളല്ലേ. വീട്ടിൽ വരുന്നവരെ അപമാനിച്ച് പറഞ്ഞു വിടാൻ എനിക്കറിയില്ല. വീട്ടിൽ കയറി വന്ന് അപമാനിക്കുന്നവരോട് പോലും മര്യാദയ്ക്ക് ഞാൻ പെരുമാറൂ. പക്ഷെ എന്തിനും ഒരു പരിധിയുണ്ടല്ലോ ചേട്ടാ. ഏതോ ഒരു അമ്മാവൻ എന്താണെന്ന് തോന്നുന്നു പ്രസാദ് എന്നെ പറ്റി ധരിച്ചു വെച്ചിട്ടുള്ളത്. അങ്ങനെ ഏതോ ഒരുത്തനല്ലെന്ന് അയാളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ചുമതല സുമിത്രയ്ക്കായിരുന്നു. പക്ഷേ അവൾ അത് ചെയ്തില്ല. കല്യാണത്തിന് സദ്യ ഉണ്ണാൻ വലിഞ്ഞു കയറി വരുന്ന അമ്മാവനല്ല, കല്യാണം നടത്താൻ കാശിറക്കി സഹായിച്ചവനാണ് കൃഷ്ണപിള്ള എന്ന്
സുമിത്ര പറഞ്ഞില്ല. പറഞ്ഞിരുന്നെങ്കില് ചേട്ടന്റെ മരുമോൻ ഇവിടെ ഇരുന്ന് എന്നെ കൊച്ചാക്കി മൊബൈൽ ഫോണിൽ ഇംഗ്ലീഷും പറഞ്ഞ് ഷൈൻ ചെയ്യില്ലായിരുന്നു. പക്ഷേ ഇനിയെങ്കിലും അയാൾ അതൊന്ന് അറിയിക്കണം. അത് ശരി. അപ്പൊ അതാണ് സംഗതി. കടം വാങ്ങിയ പണം കൊണ്ടാണ് ഞാൻ മോളുടെ കല്യാണം നടത്തിയതെന്ന് പ്രസാദ് അറിയണം. അത് സത്യമല്ലേ? അതെ, സത്യമാണ്. എന്റെ മേൽ അടിച്ചേൽപ്പിച്ച സത്യം. കൃഷ്ണ, കടം വാങ്ങിയവന് ഒരു ദുരവസ്ഥയുണ്ട്. എന്താണെന്നറിയാമോ? കടം കൊടുത്തവൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് പരസ്യമായിട്ട് വിളിച്ച് പറയും. ഇപ്പൊ കൃഷ്ണൻ ചെയ്തതുപോലെ. അത് മനുഷ്യ സഹജമാണ്. സാരമില്ല, നമുക്ക് പരിഹാരം കാണാം. ഇറങ്ങട്ടെ? അല്ല, ചേട്ടൻ പോവാണോ? ശങ്കരേട്ടൻ പോയോ? ആ, പോയി. അതെന്ത് പറ്റി? എനിക്കറിഞ്ഞൂടാ. പുറത്തുപോയി വന്നപ്പോ തുടങ്ങി അച്ഛൻ ഒരേ ചിന്തയിലാണല്ലോ മക്കളെ. എന്താ ഇത്രയും അങ്ങ് ചിന്തിച്ചു കൂട്ടാനെന്ന് ചോദിച്ചേ? പുതിയ കവിത വല്ലതുമാണോ അച്ഛാ? വരുന്ന വഴിക്ക് വീണ് കിട്ടിയത്? എന്തു പറ്റി അച്ഛാ? ഞാനിന്ന് കൃഷ്ണന്റെ വീട്ടിൽ പോയിരുന്നു, നീ പറഞ്ഞതിൻ പ്രകാരം. ഭാഗ്യലക്ഷ്മി, നമ്മൾ അറിയാത്ത ചിലതൊക്കെ ഇതിനിടെ നടന്നു. നിന്നോട് പറയണ്ടെന്ന് കരുതിയതാണ്. പക്ഷേ പിന്നെ തോന്നി നീ അറിയുന്നതിൽ തെറ്റില്ലെന്ന്. നമ്മുടെ പ്രസാദും കൃഷ്ണനും തമ്മിൽ ലേശ ഉരസലുണ്ടായി. ഗൗരവമായിട്ടൊന്നുമല്ല, പക്ഷേ പ്രസാദിനോട് കൃഷ്ണന് നീരസമുണ്ട്. അവർ തമ്മിൽ എന്തൊക്കെയാ പറഞ്ഞതെന്ന് നമുക്കറിയില്ലല്ലോ. കൃഷ്ണമാമനും അമ്മായിയും ഒരുപാട് സംസാരിക്കുമല്ലോ. പ്രസാദേട്ടൻ അത് പിടിച്ചു കാണില്ല. അങ്ങനെയാവാം. കൃഷ്ണനെ പ്രസാദ് ബഹുമാനിച്ചില്ല എന്നാണ് പരാതി. അയാള് സുമിത്രയുടെ കല്യാണത്തിന് പണം തന്ന് സഹായിച്ച കാര്യം നമ്മൾ പ്രസാദിനെ അറിയിക്കണമെന്ന്. അതറിഞ്ഞാൽ പ്രസാദിന് ബഹുമാനം തോന്നുമല്ലോ എന്ന് അനിയൻ പറഞ്ഞോ? പറഞ്ഞു. ഇത്ര ചീപ്പാണോ കൃഷ്ണമാമൻ? വലിയ ത്യാഗിയായി വന്ന് ഇങ്ങോട്ട് കയറി സഹായിച്ചിട്ട്. അതൊക്കെ പഴയ കഥ. ഇപ്പൊ സത്യം ഒന്നേ ഉള്ളൂ. കൃഷ്ണനെ നമ്മൾ 2 ലക്ഷം രൂപയുടെ കടക്കാരാണ്. അയാളുടെ ഔദാര്യം കൊണ്ടാണ് സുമിത്രയുടെ കല്യാണം നടന്നത്. അത് കൊടുത്തു തീർക്കണം. അല്ലെങ്കിൽ ആ കടം കിടക്കുന്നിടത്തോളം കാലം അവര് പറയുന്നതൊക്കെ നമ്മൾ കേൾക്കണം. കേട്ടേ മതിയാവും. കൃഷ്ണമാമൻ അച്ഛനെ വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, സംസാരിച്ച് പണത്തിന്റെ കാര്യം എത്തിയപ്പോ കൃഷ്ണന്റെ സ്വരത്തിന് പകരം ഒരു പലിശക്കാരന്റെ സ്വരമാണെന്ന് തോന്നി. അതത്ര സുഖമുള്ളൊരു തോന്നലല്ലോ. എന്താ കഴിക്കുന്നില്ലേ? വേണ്ട, വിശപ്പ് തോന്നുന്നില്ല. ഈശ്വര, എന്തൊക്കെയാ ഈ വന്നു കൂടുന്നത്? ഒരു വിരുന്നു പോക്കുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുമോ? കുറച്ചൊക്കെ പ്രസാദിന്റെ ഭാഗത്തും കാണും തെറ്റ്. ഇല്ലെന്നൊന്നും പറയണ്ട. എനിക്ക് എന്റെ സുമിത്രയുടെ കാര്യം ആലോചിക്കുമ്പോ ഈശ്വര